കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ലസാനിയാണ് കേട്ടോ. നമ്മൾ ഈ ലസാനി സാധാരണ ബേക്ക് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ലസാനി കൂടിയാണ് കേട്ടോ. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫോ മട്ടനോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ലസാനിക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാം. ലസാനിയ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും എളുപ്പം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ മാവ് വെച്ചിട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടങ്ങ് കുഴച്ചെടുക്കണം. മാവ് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കുന്ന സമയം വരെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് മാറും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം വരെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ ഇത്. ഈ ചിക്കൻ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്നുകിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ചെടുത്ത ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചിക്കൻ്റെ കൂടെ നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് ബ്ലാക്കും ഗ്രീനും ഒലീവ്സ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് കെച്ചപ്പാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വരെ ചില്ലി സോസ്. പിന്നെ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ വരെ ബേസിൽ ലീവ്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീസിൻ്റെ മിക്സ് തയ്യാറാക്കണം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൊസാറല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ ചെഡാർ ചീസ് എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊസാറല ചീസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ 3 എണ്ണം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ക്രീമാണെങ്കിൽ എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു കുറച്ച് ക്രീമി ആകുന്നത് വരെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ചീസിൻ്റെ മിക്സും നമുക്കിവിടെ മാറ്റി വെക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് തുറന്ന് നോക്കാം. മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. സ്ക്വയറായിട്ട് പരത്താൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ റൗണ്ടായിട്ടാണ് പരത്തിയിരിക്കുന്നതെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചൊന്ന് സ്ക്വയർ പോലെ ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു നേരിയ ചപ്പാത്തി പോലെ വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഒരു സ്ക്വയർ പോലെ നമുക്ക് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് ഞാനിത് ഓരോന്നും 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ 6 പീസായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ തന്നെ ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചീസ് മിക്സ് ഉണ്ടല്ലോ, അത് ഓരോ ടേബിൾ സ്പൂൺ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതും ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ നമ്മളിങ്ങനെ മടക്കുന്ന ഭാഗത്തുണ്ടല്ലോ, ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തും കുറച്ച് മൊസറല്ല ചീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലെയറിലൊക്കെ ഒരു ചീസിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നമ്മുടെ പഫ്സിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചീസ് വെച്ചതുകൊണ്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഉള്ള ഓരോ ലെയറിലും നമുക്ക് ആ ചീസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് സൈഡൊക്കെ നല്ലതുപോലെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചീസൊക്കെ പുറത്താവും. അതുകൊണ്ട് സൈഡൊക്കെ നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലസാന്യ മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. 2 മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ആവശ്യമുണ്ട്. ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ ലസാനിയും എടുത്തിട്ട് ആദ്യം ഈ മൈദയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും മൈദ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഇത് മുട്ടയിലും കൂടി നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ലസാന്യ മുഴുവനും മൈദയിലും മുട്ടയിലും ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കവർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 4 എണ്ണം ഒരുമിച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ചോട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു ഭാഗം റെഡിയാകുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് നല്ല ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ കവർ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ലസാന്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ലസാന്യ മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്രൈഡ് ലസാന്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ചീസി ആയിട്ടുള്ള നല്ല അടിപൊളി ലസാനിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ചീസ് ഞാൻ ചേർത്ത പോലെ 3 വിധം ചീസൊന്നും വേണമെന്ന് നിർബന്ധമില്ല. മൊസറല്ല ചീസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ക്രീം ചീസ് മാത്രമായിട്ടോ ചെഡാർ ചീസ് മാത്രമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്